നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മുൻ മേലധ്യക്ഷനും പാത്രിയാർക്കൽ ഡെലിഗേറ്റുമായ അഭിവന്ദ്യ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പൊലീത്തയുടെ ദേഹവിയോഗം സൃഷ്ടിച്ച അഗാധമായ ദുഃഖത്തോടെ സ്നേഹാഞ്ജലികൾ അർപ്പിക്കുന്നു. വലിയ ഇടയൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മുൻ മേലധ്യക്ഷനും പാത്രിയാർക്കൽ ഡെലിഗേറ്റുമായ അഭിവന്ദ്യ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പൊലീത്ത 2025 ജൂലൈ 7 രാവിലെ 9:49 കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മൂക്കൻ കുടുംബത്തിലെ ദേവസിയുടെയും കൊച്ചുമറിയത്തിന്റെയും 10 മക്കളിൽ 4ാമനായിരുന്നു 1940 ജൂൺ 13 തൃശൂരിൽ ജനിച്ച ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ എഫ്രേം മെത്രാപ്പൊലീത്ത. 1961 ജൂൺ 25 ഷമ്മാശ പട്ടം സ്വീകരിച്ച അദ്ദേഹം 1965 ജൂൺ 13 25 വയസ്സ് തികയുന്ന ദിവസം പുരോഹിതനായി. 1968 സെപ്റ്റംബർ 21 ബാഗ്ദാദിലെ മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് മാർ തോമ ധർമ്മോ തിരുമേനി അദ്ദേഹത്തിന് എപ്പിസ്കോപ്പയായും 1968 സെപ്റ്റംബർ 29 മെത്രാപ്പൊലീത്തയായും കൈവെപ്പ് നൽകി. 1968 മുതൽ അദ്ദേഹം ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മേലധ്യക്ഷനായിരുന്നു. അഭിവന്ദ്യ മെത്രാപ്പൊലീത്തയുടെ ഔദ്യോഗിക കാലയളവിൽ നിരവധി കശീശമാർക്കും ഷമ്മാശന്മാർക്കും അദ്ദേഹം വൈദിക പട്ടം നൽകി. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി പുതിയതായി പള്ളികൾ നിർമ്മിക്കുകയും നിരവധി പള്ളികൾ പുനരുദ്ധരിക്കുകയുമുണ്ടായി. സഭയിൽ ആദ്യമായി ഒരു കന്യാസ്ത്രീയെ സമർപ്പിച്ചതും കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു അസീറിയൻ കോൺവെന്റ് സ്ഥാപിച്ചതും മാർ എഫ്രേം മെത്രാപ്പൊലീത്തയാണ്. 2015 മാർച്ച് 25 മുതൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പുതിയ പാത്രിയാർക്കീസിനെ വാഴിക്കുന്നതുവരെ അഭിവന്ദ്യ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പൊലീത്ത ആഗോള പൗരസ്ത്യ സഭയുടെ പാത്രിയാർക്കൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 സെപ്റ്റംബർ മുതൽ ഇന്ത്യയിലെ പാത്രിയാർക്കൽ ഡെലിഗേറ്റായി പ്രവർത്തിച്ചു വന്നിരുന്നു. വിഘടിച്ചു നിന്നിരുന്ന വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് 1995 നവംബർ 13 സഭാ ഐക്യം യാഥാർത്ഥ്യമാക്കുവാൻ മുഖ്യ പങ്ക് വഹിച്ചു. വൈദികരെ ചേർത്ത് നടത്തുകയും അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സഹായകനും തുണയുമായി പ്രവർത്തിച്ചു. വിവിധ ആവശ്യങ്ങളും സങ്കടങ്ങളുമായി അരമനയിൽ എത്തിച്ചേർന്നിരുന്ന അശരണർക്ക് തന്നാൽ കഴിയുന്ന വിധം സാമ്പത്തിക സഹായങ്ങളും പ്രാർത്ഥനകളും ആശ്വാസങ്ങളും നൽകി വന്നിരുന്നു. യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന തിരുമേനി ധാരാളം യാത്ര ചെയ്യുകയും യാത്രാ വിവരണങ്ങൾ പുസ്തകങ്ങളായി എഴുതുകയും ചെയ്തു. വിശുദ്ധ മാർ അഭിമലേഖ് തിമോത്തിയോസ് തിരുമേനി, മാർ തോമ ധർമ്മ തിരുമേനി എന്നിവരുടെ ജീവചരിത്രം പുസ്തകമാക്കിയത് അദ്ദേഹമായിരുന്നു. തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന അദ്ദേഹം ഫലിതങ്ങൾ അടങ്ങിയ ഏതാനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചരിത്രത്തിലും സുറിയാനി ഭാഷയിലും പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന്റെ 2 ഡോക്ടറേറ്റും മേൽപ്പറഞ്ഞ വിഷയങ്ങളിലായിരുന്നു. വായനയിൽ നിന്നുള്ള പരന്ന അറിവുള്ള തിരുമേനി അധിക സമയവും തന്റെ സ്വന്തമായ ലൈബ്രറിയിലെ പുരാതനങ്ങളായ സുറിയാനി പുസ്തകങ്ങൾ പരിപാലിക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു. മലയാളത്തിലെ വാക്കുകൾക്ക് സുറിയാനി പദം ആവശ്യപ്പെട്ടിരുന്ന വിശ്വാസികൾക്ക് യാതൊരു മടിയും കൂടാതെ കൃത്യമായ വാക്കുകൾ അദ്ദേഹം നൽകി വന്നു. സംഗീതം ഇഷ്ടപ്പെട്ടിരുന്ന തിരുമേനി ഒഴിവു സമയങ്ങളിൽ ഹാർമോണിയം, സിത്താർ തുടങ്ങിയ സംഗീതോപകരണങ്ങൾ വായിച്ചിരുന്നു. ആത്മീയ പിതാവിന്റെ വേർപാടിൽ സഭ ദുഃഖം ആചരിക്കുന്നു. വേർപാടിന്റെ വിവരമറിഞ്ഞ ഉടനെ സഭയുടെ വിവിധ ഇടവകകളിൽ പള്ളിമണികൾ മുഴക്കുകയും വിശ്വാസികളെ ദുഃഖവാർത്ത അറിയിക്കുകയും ചെയ്തു. ആഗോള സഭയുടെ തലവൻ പരിശുദ്ധ മാറന്മാർ ആവ 3ാമൻ പാത്രിയാർക്കീസ് തിരുമേനി സഭയോട് തന്റെ അനുശോചന സന്ദേശം അറിയിച്ചു. സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ അഭിവന്ദ്യ തിരുമേനിയുടെ വേർപാടിലുള്ള ദുഃഖം സഭയെ അറിയിച്ചു. തിരുമേനിയുടെ ഭൗതിക ശരീരം അദ്ദേഹം താമസിച്ചിരുന്ന മെത്രാപ്പൊലീത്തൻ അരമനയിലും വൈകിട്ട് അദ്ദേഹത്തിന്റെ ഭദ്രാസന പള്ളിയായ തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിലും എത്തിച്ചേർന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിലും പൊതുദർശനം അനുവദിച്ചിരുന്നു. വൈദികരും തിരുമേനിയുടെ അടുത്ത ബന്ധുക്കളും മുഴുവൻ സമയവും തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. സഹോദരി സഭകളുടെ മേലധ്യക്ഷന്മാർ, വൈദികർ, കന്യാസ്ത്രീകൾ എന്നിവർ പ്രാർത്ഥനകൾ കഴിക്കുകയും അനുശോചന സന്ദേശം നൽകുകയും ചെയ്തു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ജനങ്ങൾ ഭൗതിക ശരീരം സന്ദർശിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു.
കാലം ചെയ്ത തിരുമേനി അധ്യക്ഷനായിരുന്ന വിവിധ സംഘടനാ പ്രതിനിധികളും സന്ദർശിക്കുകയും പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. അഭിവന്ദ്യ ഡോക്ടർ മാർ എഫ്രേം തിരുമേനിയുടെ ആഗ്രഹം സഭ അറിയിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് പുഷ്പചക്രങ്ങൾക്ക് പകരം വളരെയധികം വിശ്വാസികൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളും സാധുക്കളായ സ്ത്രീകൾക്കുള്ള സാരികളും അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു. പൊതുദർശന ചടങ്ങുകളിൽ സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള അംഗങ്ങൾ അവർക്ക് അനുവദിച്ച സമയപ്രകാരം ഗാനങ്ങൾ ആലപിക്കുകയും സങ്കീർത്തനം ചൊല്ലുകയും ചെയ്തു. സഭയുടെ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ്, കേന്ദ്ര ഭക്തജന സംഘടനകളും സഭയുടെ കീഴിലുള്ള വിവിധ കമ്മിറ്റി അംഗങ്ങളും അവരുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പള്ളിയുടെ സമീപത്ത് തന്നെ പ്രത്യേകമായി സഭാ കൗൺസിൽ യോഗം ചേർന്ന് കാലം ചെയ്ത അഭിവന്ദ്യ തിരുമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അടുത്ത ദിവസത്തെ ചടങ്ങുകളുടെ വിവരങ്ങൾ അംഗങ്ങൾക്ക് വിശദീകരിക്കുകയും ചെയ്തു. സഭയോടുള്ള വിശ്വാസ സേവന ജീവിതത്തിന് സഭയുടെ അന്തിമോപചാരം. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ നേതൃത്വത്തിൽ മാർ എഫ്രേം മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരുന്നത്. സഭയുടെ എല്ലാ ഭക്തസംഘടനകളും സംസ്കാര കർമ്മങ്ങൾക്ക് ആവശ്യമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തി. 2025 ജൂലൈ 10 വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ സഭയുടെ ഔദ്യോഗിക അന്തിമോപചാരങ്ങൾക്ക് തുടക്കമായി. വിശ്വാസികളാൽ പള്ളിയും പരിസരവും നിറഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്കും പ്രത്യേക പ്രവർത്തനങ്ങൾക്കും ശേഷം ക്ലർജി കൗൺസിൽ പ്രത്യേക യോഗം ചേർന്ന് കാലം ചെയ്ത അഭിവന്ദ്യ തിരുമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും വൈദികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സഭയുടെ തനതായ സുറിയാനി പ്രാർത്ഥനകൾക്ക് അഭിവന്ദ്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. അഭിവന്ദ്യ മാർ യോഹന്നാൻ എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. വിടവാങ്ങൽ ചടങ്ങിൽ സഭയോടും നാനാ ദിക്കുകളോടും കാലം ചെയ്ത തിരുമേനിക്ക് വേണ്ടി സഭ യാത്ര ചോദിച്ചു. നഗരി കാണിക്കൽ ചടങ്ങുകളുടെ ഭാഗമായി ഭൗതിക ശരീരം മാർ തിമോത്തിയോസ് ഹൈറോഡ് വഴി തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി തിരികെ മാർത്തുമറിയം വലിയ പള്ളിയുടെ സമീപത്ത് തന്നെയുള്ള പൂർവിക പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കുരുവിളയച്ചൻ പള്ളിയിൽ എത്തിച്ചേർന്നു. നഗരി കാണിക്കൽ ചടങ്ങിൽ ഭക്തസംഘടനകൾ പൊൻകുരിശുകളും വെള്ള പട്ടുകുടകളുമായി അണിചേർന്നു. സ്കൂൾ വിദ്യാർത്ഥികളും വിവിധ ഭക്തസംഘടനാ പ്രവർത്തകരും ധാരാളം വിശ്വാസികളും അണിചേർന്നിരുന്നു. സുറിയാനി പാട്ടുകൾ അലയടിച്ച അന്തരീക്ഷത്തിൽ വിശ്വാസികൾ തിരുമേനിയുടെ ചിത്രങ്ങൾ കയ്യിൽ ഏറ്റുപിടിച്ച് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പ്രദക്ഷിണ വഴിയിലെ വ്യാപാരികൾ കടകൾ അടച്ച് തൃശൂരിന്റെ വിശ്വാസ ദീപത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിശ്വാസി സമൂഹത്തോടൊപ്പം തൃശൂരിന്റെ പൗരാവലി കൂടി നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ പങ്കുകാരായപ്പോൾ അത് നമ്മുടെ തിരുമേനിക്ക് തൃശൂരിന്റെ മുഴുവൻ സമൂഹവും നൽകിയ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയായി മാറി. കേന്ദ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ, വൈദികർ, തിരുമേനിമാർ എന്നിവർ തിരുമേനിയുടെ ഭൗതിക ശരീരത്തിന് തൊട്ടു മുൻപിലായി അണിനിരന്നു. റാലി നിയന്ത്രിക്കുവാൻ ധാരാളം യുവജനങ്ങൾ മുന്നിട്ട് നിന്നു. സഭയുടെ യൂട്യൂബ് ചാനലായ കൽദായ മീഡിയ വഴി പൊതുദർശന ചടങ്ങുകളും സംസ്കാര ചടങ്ങുകളും തത്സമയം കാണിക്കുകയുണ്ടായി. തിരികെ പള്ളിയിലെത്തിയ ഭൗതിക ശരീരത്തിന് സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ ഗാർഡ് ഓഫ് ഓണർ നൽകി. മന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിശുദ്ധ മാർ അഭിമലക് തിമോത്തിയോസ് തിരുമേനിയും സഭയുടെ പിതാക്കന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന കുരുവിളയച്ചൻ പള്ളിയിലേക്ക് കാലം ചെയ്ത അഭിവന്ദ്യ തിരുമേനിയുടെ ഭൗതിക ശരീരം വൈദികരുടെ കരങ്ങളാൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പ്രാർത്ഥനകളിൽ മുഖ്യ കാർമ്മികനായ അഭിവന്ദ്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയോടൊപ്പം മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കുര്യാക്കോസ് മോർ ക്ലിമിസ്, മാർ ആൻഡ്രൂസ് താഴ്ത്ത്, മാർ ടോണി നീലങ്കാവിൽ, മന്ത്രി കെ രാജൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ പങ്കെടുത്തു. ശേഷം കുരുവിളയച്ചൻ പള്ളിയിൽ ഒരുക്കിയിരുന്ന അന്ത്യവിശ്രമ സ്ഥലത്ത് ഭൗതിക ശരീരം ഇറക്കി വയ്ക്കുകയും മുദ്രവയ്ക്കുകയും ചെയ്തു. തുടർന്ന് സംഘടിപ്പിച്ച അനുശോചന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. മാർ ആൻഡ്രൂസ് താഴത്ത്, കുര്യാക്കോസ് മോർ ക്ലിമിസ്, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി വത്സരാജ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ്, കോൺഗ്രസ് S പ്രതിനിധി വത്സൻ, തിരുമേനിയുടെ ഡോക്ടർ TT പോൾ, കാൽഡിയൻ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ജിൻസി ഓത്തോട്ടിൽ, കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ, തിരുമേനിയുടെ പേഴ്സണൽ സെക്രട്ടറി ഫാദർ ജാക്സ് ചാണ്ടി എന്നിവർ പ്രസംഗിച്ചു.
ക്ലർജി സെക്രട്ടറി ഫാദർ കെ.ആർ. ഇനാശു സ്വാഗതവും വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് നന്ദിയും പറഞ്ഞു. കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പോലീത്ത തിരുമേനി പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ നീണ്ട 56 വർഷത്തിലധികം മെത്രാപ്പോലീത്തയായിട്ട് സേവനം അനുഷ്ഠിച്ചു. തിരുമേനിയുടെ വിയോഗം പൗരസ്ത്യ കൽദായ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവനും ഒരു തീരാ നഷ്ടമാണ്. തിരുമേനിയുടെ പഠനങ്ങൾ പ്രധാനമായിട്ടും സഭയുടെ ചരിത്രം, വിശ്വാസാചാരങ്ങൾ എന്നിവയെക്കുറിച്ചായിരുന്നു. MTH പഠനമായാലും BD പഠനമായാലും ഡോക്ടറൽ പഠനമായാലും എല്ലാം അതിനെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് തിരുമേനിക്കുള്ള അവഗാഹം വളരെ വളരെ ആഴത്തിലുള്ളതാണ്. പഠനം മാത്രമല്ല, സാമൂഹിക രംഗങ്ങളിലും തിരുമേനി വളരെ ഊർജ്ജസ്വലനായിരുന്നു. പല സദസ്സുകളും ഇതിൽ തിരുമേനിയെ കാണുക പതിവാണെന്നുള്ളത് തൃശ്ശൂർക്കാർക്ക് മുഴുവനുമായിട്ട് അറിയാം. തൃശ്ശൂരിൽ മാത്രമായിട്ട് തിരുമേനിയുടെ പ്രവർത്തനം ഒതുങ്ങുന്നതല്ല. തിരുമേനി അനേക സംഘടനകളിൽ പ്രവർത്തിച്ച് നല്ല പ്രസിദ്ധിയാർജിച്ച തിരുമേനിയായിരുന്നു. തിരുമേനിയുടെ ഒരു താല്പര്യം മദ്യ വിമുക്തി നേടുന്നവരെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതിന് എത്ര സഹായം വേണമെങ്കിൽ നൽകുവാനായിട്ട് തിരുമേനി സന്നദ്ധനായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സഭകളുമായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലും തിരുമേനി വളരെ ജാഗ്രത പുലർത്തിയിരുന്നു. ഇന്ന് തിരുമേനിയുടെ അഭാവം സഭയ്ക്കും സമൂഹത്തിനും ഒരു തീരാ നഷ്ടമായിട്ട് തന്നെ ഇരിക്കുകയാണ്. മത സാമൂഹിക രംഗങ്ങളിൽ തിരുമേനി എന്നും സന്നിഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുവാനായിട്ട്, അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. തിരുമേനിക്ക് കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുവാനുള്ള എല്ലാ കൃപകളും ഉണ്ടായിരിക്കട്ടെ. തിരുമേനിയെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഓർക്കുകയും ചെയ്യാം. ദിവംഗതനായ മാർ എഫ്രേം തിരുമേനിയെ 30 വർഷത്തെ പരിചയമേ എനിക്കുള്ളൂ. സഭ ഐക്യപ്പെട്ടതിന് ശേഷം ഈ 30 വർഷത്തെ അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കാത്തത്ര കൂടുതലുണ്ട്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അറിയിക്കുകയാണ്. ഒരു പള്ളിയുടെ നിർമ്മാണ സമയത്ത് അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു.
വെഞ്ചിരിപ്പ് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ കുരിശുപള്ളി ഒന്ന് പുതുക്കണം എന്നുള്ള ആഗ്രഹം ഇടവക ജനങ്ങൾക്ക് പൊതുയോഗത്തിന് അഭിപ്രായമുണ്ടായി. അതിപ്രകാരം അത് മുൻപ് സ്പോൺസർ ചെയ്തിട്ടുള്ളവരെ ചെന്ന് കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരതിനെ അത് ഇങ്ങനെ നിന്നാൽ മതി എന്നുള്ള ഉറച്ച തീരുമാനമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇടവക പൊതുയോഗം വീണ്ടും ആവശ്യപ്പെട്ടു അത് പൊളിച്ച് പണിയണം എന്നുള്ളത്. ആവശ്യപ്പെട്ടതിൻ്റെ കാരണവും അത് വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് ചെന്ന് കണ്ടവരെ അപ്രയം തിരുമേനിയെ നേരിട്ട് കണ്ടു. അത് പൊളിച്ച് കളയാൻ പാടില്ല, വേറെ പണിയാൻ പാടില്ല, അതങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടവകയിലേക്ക് ഒരു അച്ഛനെ പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്ത കൈക്കാരന്മാരും പാരിഷ് കൗൺസിലും അവിടെയുണ്ട്. അവർ മനോഹരമായ രീതിയിൽ പള്ളി പണി തീർക്കുകയും ഇത് പുതുക്കിപ്പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കേണ്ടതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ച് സമാധാനത്തോടുകൂടെ അത് നടത്താനായിട്ട് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് എന്നാണ് അവരോട് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തിരുമേനിയെ സംബന്ധിച്ച് മതിപ്പ് കൂടുകയാണ് ഉണ്ടായത്. കാരണം തിരുമേനിയെ പറഞ്ഞയച്ചിട്ടുള്ള അച്ഛനും അവർ തിരഞ്ഞെടുത്ത കൈക്കാരന്മാരും പാരിഷ് കൗൺസിലും തീരുമാനങ്ങളെടുക്കുമ്പോൾ, ഇടവക തീരുമാനങ്ങളെടുക്കുമ്പോൾ അതിനോട് യോജിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുമുണ്ട് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞുവിടുകയാണ് ചെയ്തത്. പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുമേനി ഇങ്ങനെ ആണ് അതിനെ നേരിട്ടത് എന്ന് ഞാൻ പറയുകയാണ്. ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളുമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കാനും അത് നടപ്പിൽ വരുത്താനും അദ്ദേഹം ഉത്സാഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നാം പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കൃത്യനിഷ്ഠ എന്ന് പറയുന്നതിൽ, സമയം പാലിക്കുക എന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്യാറില്ല. ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ വരികയും കൃത്യസമയത്ത് സ്റ്റേജിൽ കയറിയിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് സമയം പറയുമ്പോൾ അരമണിക്കൂർ മുമ്പ് പറയാൻ പാടില്ല, കറക്റ്റ് സമയം തന്നെ അദ്ദേഹത്തോട് പറയേണ്ടി വരും. അതിന് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ സത്യസന്ധതയോടുകൂടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ധാരാളം അനുയായികൾ, ആരാധകർ അദ്ദേഹത്തിനുണ്ടായത് എന്ന് നമുക്ക് കരുതാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തിരുമേനിയോടുള്ള ആദരവ് നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മിലൂടെ മാറാപ്പുറം മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ട് ജീവിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനും വ്യക്തികൾക്കും വളരെ തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കർത്താവായ ഈശോ മിശിഹായുടെ രണ്ടാം വരവെങ്കിൽ അക്ഷയമായ രീതിയിൽ കർത്താവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന നിരകളോട് കൂടെ നമുക്ക് കണ്ടെത്താനായിട്ട്
സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കിരീടം ചൂടിക്കൊണ്ട് വലത്തുവാതിരിക്കുന്നവരോട് കൂടി ചേരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ അനുശോചനം പ്രജകവൻസിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. നന്ദി. അഭിമന്യ മാറപ്പൻ തിരുമേനിയുടെ ദേഹവിയോഗം സഭയെ സംബന്ധിച്ചോളം വളരെ വലിയ നഷ്ടമാണ്. തിരുമേനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചും ഗാനങ്ങൾ രചിച്ചും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രാവീണ്യം നേടിയ തിരുമേനിയായിരുന്നു. തിരുമേനിയുടെ അറിവും ഇനി കൂടുതൽ സഭയ്ക്ക് ഉണ്ടാവില്ല എന്നോർക്കുമ്പോൾ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. ഏത് കാര്യങ്ങൾക്കും തിരുമേനിയെ സംശയനിവാരണത്തിനായി സമീപിക്കാൻ സാധിച്ചിരുന്നതാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും തിരുമേനി അതിനുള്ള പ്രാവീണ്യം നേടിയിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തിരുമേനിയോട് സംസാരിക്കുകയാണെങ്കിൽ തിരുമേനി അതിനുള്ള സൊല്യൂഷൻ തിരുമേനി പറഞ്ഞു തന്നിരുന്നു. ഒപ്പം തന്നെ തിരുമേനി ധാരാളം രാജ്യങ്ങളും അതുപോലെ ഒരുപാട് യാത്രകളും ഇഷ്ടപ്പെട്ടിരുന്ന തിരുമേനിയായിരുന്നു. 2014 യൂത്ത് കോൺഫറൻസ് ആദ്യമായി സംഘടിപ്പിച്ചപ്പോൾ തിരുമേനി അതിൻ്റെ അമരത്ത് ഞങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും തിരുമേനി ഒരു മേൽനോട്ടം ആ ഭാഗത്തും ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജസ്വലം ചെയ്യാൻ സാധിച്ചു. തുടർന്ന് എല്ലാ പരിപാടികളിലും തിരുമേനി സംബന്ധിച്ചിരുന്നു. അത് എൻ്റെ മനസ്സിൽ എപ്പോഴും നല്ല ഓർമ്മകളായിട്ടിരിക്കുകയാണ്. കൂടാതെ ചെറുപ്പത്തിൽ തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ ചെറിയ സമ്മാനപതികൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. മരണം സൃഷ്ടിച്ച വേർപാടിലൂടെ ചരിത്രത്തിൻ്റെ ഭാഗമായി അഭിമന്യ ഡോക്ടർ മാറപ്ര മെത്രാപ്പോലീത്ത തിരുമേനി പ്രതിബദ്ധതയുടെ പൗരോഹിത്യ വ്യക്തിത്വമായിരുന്നു. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപരവിദ്വേഷം പോലുള്ള വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് തിരുമേനി സഭയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലങ്ങളാണ്. തൻ്റെ ബോധ്യങ്ങളും ആദർശങ്ങളും മുറുകെ പിടിക്കേണ്ടി വന്നപ്പോഴും ആരെയും അവഗണിക്കാതെ അറിവിനാൽ പ്രചോദിതമായ അനുകരണീയമായ ജീവിതശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് അഭിമന്യ തിരുമേനി സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സന്ദേശം എക്കാലവും ഓർമ്മിക്കപ്പെടും. മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച തിരുമേനിയുടെ വിയോഗം വലിയ ശൂന്യതയാണ് നമ്മിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്നേഹത്താൽ നമ്മെ നയിക്കുകയും അറിവിനാൽ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ധാർമ്മിക ജീവിതം നയിച്ച അഭിമന്യ ഡോക്ടർ മാറപ്ര മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.